മഞ്ഞിൻ്റെ കുളിർമ പോലെയാണ് പ്രണയം. അതിൽ നിന്നുയരുന്ന തുഷാരകണങ്ങളും കോടമഞ്ഞിൻ്റെ സൗന്ദര്യം പോലെ ഇടയ്ക്കിടയ്ക്ക് തഴുകി കടന്നു പോകുന്ന വികാരങ്ങളാണ് ചെറിയ പിണക്കങ്ങളും തുടർന്നുള്ള ഇണക്കവും. ദാമ്പത്യം ഒരുപക്ഷെ നാം ഒരുപാട് കണ്ടും കേട്ടും പരിചിതമായ ഒന്ന്. വിജയമെന്ന മാധുര്യവും പരാജയമെന്ന കയ്പുനീരും ഇടകലർത്തി പണിതൊരു ചില്ലുപാത്രം. വീണുടഞ്ഞ ജീവിതങ്ങൾ അനവധി. ആ ചില്ലുപാത്രത്തിന് തിളക്കമേറ്റിയവർ നിരവധി. കാർമേഘത്തിനൊടുവിൽ ചാരുതയോടെ തിമിർത്തു പെയ്യുന്ന മഴയുടെ സൗന്ദര്യം ഒരു സ്നേഹസാന്ത്വന സാമീപ്യത്തിൻ്റെ ആലങ്കാരികതയോടെ എന്ന് സ്വന്തം. ഹാ, രാവിലെ തന്നെ കിച്ചണിൽ കയറിയോ? സമയം എന്താ വിചാരം? ഉച്ചയ്ക്കെല്ലാം കഴിക്കണ്ടേ? അല്ല അഞ്ചു, ഇന്നെന്താ സ്പെഷ്യല്? എന്ത് സ്പെഷ്യൽ? ഒരു കാര്യം ചെയ്യാം, നമുക്കിന്ന് ഭക്ഷണം പുറത്തുനിന്നാക്കിയാലോ? പുറത്തുനിന്നോ? നീ വന്നിട്ടാണേ പുറത്തൊന്നും പോയില്ല. ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. പുറത്തുനിന്നൊക്കെ കഴിക്കാൻ ഒത്തിരി കാശാകില്ലേ മനോജേട്ടാ? ഓ, അതൊന്നും സാരില്ല മോളെ, നീ വേറെ റെഡിയാ. ദേ, ഞാൻ റെഡി ആയിട്ടോ. ഓ, കഴിഞ്ഞില്ലേ? മേക്കപ്പ് തുടങ്ങിയതേ ഉള്ളോ? നീ ഒന്നിങ്ങോട്ട് മാറിയേ. ഞാൻ അഞ്ജലി, സാധാരണ ഒരു നാട്ടുമ്പുറത്തുകാരി. എപ്പോഴോ എൻ്റെ മനസ്സിലേക്ക് ഒരു പ്രണയമഴയായി എത്തിയ മനോജേട്ടൻ. മനോജ്, പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നിങ്ങൾ സത്യം അറിഞ്ഞിരിക്കണം. മനോജിന് ഒരിക്കലും ഒരു അച്ഛനാകാൻ കഴിയില്ല. മെഡിക്കൽ ഫീൽഡിന് ഇനി ഒന്നും പ്രത്യേകം ചെയ്യാൻ കഴിയില്ല. എന്താ ഇത് മനോജേട്ടാ? എന്നും നമുക്ക് സങ്കടം തന്നെയാണല്ലോ അഞ്ചു. ഒക്കെ ശരിയാവും. എനിക്കൊരിക്കലും നിനക്കൊരു കുഞ്ഞിനെ തരാൻ കഴിഞ്ഞറിഞ്ഞിട്ടും നിനക്കൊരു വിഷമമില്ല അഞ്ചു. ഇതാ ഇപ്പം നന്നായത്. എന്തൊക്കെയായി മനോജേട്ടൻ പറയുന്നേ? ഇത്ര എന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഇനി എന്ത് നല്ലവരാണ് അഞ്ചു? ഇനി നമ്മൾ ജീവിക്കുന്ന തന്നെ ഒരു അർത്ഥമില്ലാണ്ടായി പോയില്ലേ? ദേ, ഇനി ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ നല്ല ചുട്ട അടി കിട്ടൂ കേട്ടോ. ഓ, നാശങ്ങൾ ഒരു സൗകര്യം തരില്ലല്ലോ. ആരാ മനോജേട്ടാ? എന്താ ഫോൺ എടുക്കാത്തെ? ഓഫീസിൽ നിന്നാണോ? വല്ല പണിയും തരാനായിരിക്കും. വലിയ കാശ് വാങ്ങാനല്ലോ, വരുന്ന പണിയല്ല എൻ്റെ തലയിലിട്ട് വരും. മാടിനും പണി പണിയെടുക്കാൻ നമ്മൾ മാത്രം. ഒക്കെ ശരിയാവും. ഹലോ ഹലോ മനോജ്, ശ്രീകുമാറാണ്. ആ പറയൂ സാർ. താൻ ഹാഫ് ഡേ ആണെന്ന് എനിക്കറിയാം, എങ്കിലും വിളിക്കാതിരിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമാടോ. തനിക്ക് പകരം ഇനി വേറെ ആളെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയി നോക്കേണ്ട ഗതിയാണല്ലോ. എന്താ സാർ? ആ, ഞാൻ ഇപ്പം എത്താം. ആ പിന്നെ, തൻ്റെ കയ്യിൽ കാശ് വല്ലതുണ്ടോ? ഒരു 100-200 ഉണ്ടാവും. എന്താ സാർ? അങ്ങനെയാണെങ്കിൽ ലുലുവിൽ കയറി കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങിക്കാനുണ്ടല്ലോ. ആ സാർ. താൻ വരുമ്പോൾ കുറച്ച് സ്വീറ്റ്സ് കൂടെ വാങ്ങിച്ചു ഒരു 50 ഇരിക്കട്ടെ, ഓഫീസിലുള്ള എല്ലാവർക്കും വേണ്ടി. പക്ഷേ അതിന് ബില്ല് കൊണ്ടുവരരുത്, കാരണം ഇത് കമ്പനി പേ ചെയ്യില്ല. എടോ, ഇത് തൻ്റെ ചിലവാണ്. താനിനി ദുബായ് ആൻഡ് നോർത്തേൺ പാർട്സിന്റെ ഓപ്പറേഷൻസ് മാനേജർ അടോ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക്സ് ഒക്കെ പിന്നെ പറയാം. താനിനി ഇതും പറഞ്ഞ് എന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് വരില്ലല്ലോ. താനൊന്ന് വേഗം വാടോ. ആ പിന്നെ, എനിക്ക് മധുരം മാത്രം പോരാ കേട്ടോ. അഞ്ജു, വേഗം വാ. എന്താ മനോജേട്ടാ, വിളിച്ചിരുന്നോ? എനിക്ക് പ്രൊമോഷൻ കിട്ടിയടി. ഞാനിപ്പോൾ ഏരിയ മാനേജരാ. നീ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ വിഷമവും തരാൻ പോവുക. നമുക്കിനി അടിച്ച് പൊളിക്കാം. നിന്നോട്
ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഓഫീസ് ടൈമിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഞാനിവിടെ തിരക്കിലാണെന്ന് അറിയില്ലേ? എനിക്ക് തീരെ സുഖമില്ലാത്ത പോലെ. അപ്പൊ ചേട്ടന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി. നിന്റെ ഒരു ശബ്ദം കേൾക്കില്ല. എനിക്കിവിടെ 100 വട്ടം പണിയുണ്ട്. ചേട്ടാ എനിക്ക് നിനക്ക് മരിച്ചു പോണ അസുഖമൊന്നുമല്ലല്ലോ. കാലം മനുഷ്യനിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ അവന്റെ നിർവചനങ്ങൾക്കും അപ്പുറത്തായിരിക്കും. മോർണിംഗ്. എവിടെയായിരുന്നു? ഞാൻ ഒരു മീറ്റിങ്ങിനെ പുറത്തിറങ്ങിയായിരുന്നു. ഇവിടുത്തെ ട്രാഫിക് സാറിന് അറിയാമല്ലോ. ഒരു 5 മിനിറ്റ്, ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ ഉള്ളൂ. കാര്യമൊക്കെ ശരി. എന്തേ നമ്മുടെ ലോണിൻ്റെ കാര്യം? ഈ മാസമെങ്കിലും ആ വണ്ടി ഓടിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുമോ? സാർ ഞാൻ പരമാവധി വേഗത്തിലെ കാര്യങ്ങൾ നീക്കുന്നത്. സാറിന് ഞാൻ പേഴ്സണൽ ലോൺ ഡീകറ്റ് തന്നില്ലേ? അത് ഇത്രയും വലിയൊരു തുക, ദാറ്റ് ടു വിത്തൗട്ട് സാലറി ട്രാൻസ്ഫർ. യാ കറക്റ്റ്, ബട്ട് വിത്ത് എ ഹ്യൂജ് ഇൻട്രസ്റ്റ്. കം ഓൺ മാൻ, യു ക്യാൻ ഡു ഇറ്റ്. എനിക്കറിയാം സാർ, എനിക്ക് ഈ ലോൺ എങ്കിലും ശരിയായി തരണമെന്നുണ്ട്. കാരണം എനിക്കത് സെയിൽ കാണിക്കാമല്ലോ. പക്ഷേ സാറിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഔട്ട്സ്റ്റാൻഡിങ്ങും പേഴ്സണൽ ലോണും എല്ലാം കൂടെ വലിയൊരു എമൗണ്ട് ഉണ്ട്. ബാങ്കിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിക്കുന്നില്ല. നമുക്ക് കാറൊന്ന് മാറ്റി പിടിച്ച സംഗതി നടക്കും. കുറച്ച് കുറഞ്ഞ കാറൊന്നും നോക്കിയാലോ? അത് പറ്റില്ല. താൻ പറയുന്ന വണ്ടി ഇവിടുത്തെ എക്കണ്ണം പറയുന്നുണ്ട്. എടുക്കുവാണെങ്കിൽ ഒരു റോവർ തന്നെ വേണം. പവർ വേണ്ടേ മാനേജറാകുമ്പോൾ? സാർ എന്നൊരു കാര്യം ചെയ്യും, വേറെ ഏതെങ്കിലും ബാങ്കിൻ്റെ കാർഡ് എടുത്തിട്ട് ഇതിലെ ബാലൻസ് എല്ലാം അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആഗ്രഹമായിട്ടല്ലേ രാഹുൽ? തന്നോടായതുകൊണ്ട് പറയാമല്ലോ. ഇപ്പം തന്നെ ഒരുവിധം എല്ലാ ബാങ്കിൻ്റെ കാർഡ് എൻ്റെ കയ്യിലുണ്ട്. അടയ്ക്കാനായിട്ടാണ് നല്ലൊരു തുകയും. പിന്നെ മാനേജറായിട്ടാണെങ്കിൽ 5-6 മാസമായിട്ടുള്ളൂ. എൻ്റെ ശമ്പളം നിനക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അതെന്താ സാർ അങ്ങനെ പറഞ്ഞു? എടോ, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ കൂടുതൽ തനിക്കല്ലേ അറിയാവും. സാറ് തന്നെ ഇപ്പോൾ രണ്ടറ്റം പറയുന്നത് കാശില്ലെന്ന്, സ്റ്റാറ്റസ് വേണം. ശരി, സാറിനെ സഹായിച്ചില്ലെന്ന് വേണ്ട. സാറ് കാര്യം ചെയ്യും, പുറത്തുനിന്ന് കുറച്ച് കാശ് ഏർപ്പാടിട്ട് ആ കടം ക്ലോസ് ചെയ്യും. എന്തായാലും പലിശ കൊടുക്കണം. അപ്പോൾ ഇനി ഇതാകുമ്പോൾ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണുകയില്ല, ബാങ്ക് അറിയില്ല. സാറിന് സ്വപ്നം കൊണ്ട് എടുക്കുകയും ചെയ്യാം. അത് നല്ലൊരു ഐഡിയ. ഞാനത് ശരിയാക്കിയിട്ട് വിളിക്കാം. കുഴപ്പമില്ല സാർ, എന്നാൽ ആയിക്കോട്ടെ. സാറിനോട് മീറ്റിംഗ് എന്ന് പറഞ്ഞത് DFCൽ. എന്നാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ്. ചേട്ടാ ഞാൻ ചായ എടുക്കാം. അളിയ മൻസൂരെ പറടാ, നീ വിളിച്ചിരുന്നോ? കാര്യം നടക്കോ? അതിപ്പോൾ ചോദിക്കാനൊന്നുമില്ല, കാശൊക്കെ റെഡിയാണ്. പക്ഷേ നീ അവൻ ചോദിക്കുന്ന പലിശ നീ കൃത്യമായി കൊടുത്തിരിക്കണം. ഏറ്റല്ലോ? അത് കൊടുക്കാമടാ, ഞാൻ ഉറപ്പ് തരുന്നു. അതിപ്പോൾ നീ തിരിച്ചു കൊടുത്തില്ലെങ്കിലും അവൻ ഏത് ദുനിയായിൽ വേണമെങ്കിലും വന്ന് തിരിച്ചു മേടിച്ചോളും. അവനൊരു വല്ലാത്ത പഹേന. ഇവിടെ അറബിക്ക് വരെ ബ്ലേഡിന് പൈസ കൊടുക്കുന്നവനാ. അത് സാരമില്ല, ഞാൻ കൃത്യമായിട്ട് കൊടുക്കും. അപ്പോൾ ശരി അളിയാ, ഞാൻ അതെ വരും. എന്താണ് എത്ര വെപ്രാളം? നാളെ പോയാൽ പോരെ? നമുക്കിപ്പോൾ തന്നെ പോയി വാങ്ങിക്കാം. നാളെ കാർഡ് എടുത്താലേ മറ്റന്നാൾ വണ്ടി കൈ കിട്ടും. ആ മനോജേട്ടൻ നേരത്തെ എത്തിയോ? എന്ത്, എനിക്ക് നേരത്തെ എത്തിക്കൂടെ? എങ്കിൽ ഞാൻ അടുക്കളയിലേക്ക് പോട്ടെ. രാത്രിത്തേക്കുള്ള ചിക്കൻ കറിയൊക്കെ വരുന്നു. നീ ഒന്നും ഉണ്ടാക്കണ്ട. ഇന്ന് അഭിലാഷിനെ വീട്ടിൽ ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ട്. ഇന്ന് അവിടെയാ ഫുഡ്. ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പം റെഡിയാവേ. വേണ്ട, നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകണുള്ളൂ. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ പാർട്ടിക്ക് നാറിയൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. നീ വന്നില്ലെങ്കിൽ വന്നില്ല എന്നേ ഉള്ളൂ. നിനക്ക് മര്യാദക്ക് കട്ടിലെടുത്തിട്ട് പോലെ യൂസ് ചെയ്യാൻ അറിയത്തില്ല. ആരെങ്കിലും കണ്ട മര്യാദക്ക് ബിഹേവ് ചെയ്യാനും കൂടി അറിയത്തില്ല. വേണ്ട, അധികം പറഞ്ഞ് എൻ്റെ മൂഡ് കളയുന്നില്ല. ഇതെന്നല്ല ഒരു പാർട്ടിക്ക് തന്നെ അങ്ങോട്ട് പോകുന്നില്ല. നീ എന്താണെന്ന് വെച്ചാൽ കഴിച്ചിട്ട് കൊടുക്കും. എവിടെയായിരുന്നടാ ഇതുവരെ? വെൽക്കം വെൽക്കം. ഇരിക്കി. മനോജ്, നീ എന്തായാലും അഞ്ജലിയെ കൊണ്ടുവരത്. അവൾക്ക് തീരെ സുഖയില്ലായിരുന്നു, അതുകൊണ്ടാ. അതൊന്നും അല്ല മൻസൂറെ കാര്യം. എന്തിനാ മനോജ്? എവിടെയായിരുന്നടാ ഇതുവരെ? വെൽക്കം വെൽക്കം. ഇരിക്കി. മനോജ്, നീ എന്തായാലും അഞ്ജലിയെ കൊണ്ടുവരത്. അവൾക്ക് തീരെ സുഖയില്ലായിരുന്നു, അതുകൊണ്ടാ. അതൊന്നും അല്ല മൻസൂറെ കാര്യം. എന്തിനാ മനോജ് ഇങ്ങനെ കള്ളം പറയുന്നേ? കഴിഞ്ഞ തവണ നിജോടെ പാർട്ടിക്ക് സംഭവിച്ച പോലെ നാണക്കേട് പറ്റാണ്ടിരിക്കാൻ വേണ്ടിട്ടല്ലേ? നിന്റെ പുതിയ വണ്ടി എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാണ്ട് പോണോ? മനോജ്, നീയും അഭിലാഷും തമ്മിൽ നാട്ടിൽ എന്തൊക്കെ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. കുറച്ച് കാശ് ഞാനാ കൊടുത്തത്. അതിന് പുറമെ നീ കുറച്ച് പേഴ്സണൽ ലോൺ കൊടുത്തടാ. മോനെ, നീ അതിൽ ഇടപെടണ്ട. ഇത് ഞങ്ങൾ വേണ്ടപ്പെട്ടവർ മുറ പോലെ ചെയ്തോളൂ.
ഇതൊരു വലിയ സംഭവമാണ്. ഇപ്പൊ നിന്നോട് പറയാനുള്ള സമയമായിട്ടില്ല, ആവുമ്പോ പറയാം. ആ അഭി, കാശെടുത്തിട്ട് കുറച്ച് നാളായി. എത്രയും പെട്ടെന്ന് പരിപാടി കൂടെയെങ്കിലും ഞാനാകെ പെടുവേ. വണ്ടി കൂടി എടുത്ത ശേഷം ഞാനാകെ ടൈറ്റാ. ഡോണ്ട് വറി മൈ ഫ്രണ്ട്, ഈ മാസം തന്നെ എല്ലാം ശരിയാക്കാന്ന് സന്ധ്യയുടെ ഡാഡി പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഏറ്റതാ. അല്ല, നിനക്ക് ഞങ്ങളെ വിശ്വാസക്കുറവല്ലോ? അല്ല, അതുകൊണ്ടല്ല, എൻ്റെ അവസ്ഥ അതാ. ഏടാ, എനിക്കൊരാവശ്യം വന്ന എൻ്റെ ഭാര്യ അവളുടെ വീട്ടിൽ നിന്ന് അപ്പം കാശെത്തിക്കും. എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ജോലി, നാലാളുകളുടെ മുമ്പിൽ ഇടപഴകാനുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. അതൊക്കെ പോട്ടെ, നിന്റെ ഭാര്യയ്ക്ക് എപ്പോഴെങ്കിലും നിന്നെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്തിനാ മനോജ് ഇങ്ങനെ പിശുക്കി ജീവിക്കുന്നേ? സമ്പാദിച്ചു വെക്കാൻ ഒരു കൊച്ചു പോലും ഇല്ലല്ലോ. അല്ലേലും കൊച്ചുങ്ങളൊക്കെ പറഞ്ഞ അതൊരു വലിയ ബാധ്യത തന്നെയാ, അല്ലേ അബി? ശരിയാ. ഞാൻ ഇറങ്ങുന്നു. ഏറെക്കുറെയായി. നാളെ ചെന്നിട്ട് ഒരുപാട് വർക്കുള്ളതാ. അബി, ഫുഡ്. ഇരിക്കി, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ഓ വേണ്ട, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഓ, അവന് പെണ്ണുമ്പിളെ പറ്റി പറഞ്ഞപ്പോ നൊന്തെന്ന് തോന്നുന്നു. നിങ്ങൾ രണ്ടുപേരും അവനോട് ഇത്രയ്ക്ക് പറയണ്ടത്? അത് മുഖത്ത് നോക്കി അല്പം കടന്നുപോയി. ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പൊ മാനേജറായതിനു ശേഷം കുറച്ച് ഹുങ്ക് കൂടുതലാണ്. ഇടയ്ക്ക് ഇതുപോലെ ഷോക്ക് കൊടുക്കുന്നുള്ളതാ, അല്ലേ സന്ധ്യ? മതി മതി, കുറച്ച് ഓവർ ആവുന്നുണ്ട്. അകത്തമ്മ ഉറങ്ങിയില്ലായിരുന്നു. ഇനി ഞാൻ താരാട്ട് പാടി ഉറങ്ങണമായിരിക്കും. വേണ്ട വേണ്ട, മാഡം എഴുന്നേറ്റ് ബുദ്ധിമുട്ടണ്ട. എന്തിനാടി എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കുന്നത്? നാശം പോയിക്കോന്റെ മുന്നിൽ നിന്ന്. ഞാൻ എന്ത് ചെയ്തിട്ടാ മനോജേട്ടാ? നീ ഒന്നും ചെയ്യാത്തതാടി കാര്യം. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു പൈസക്കും വൈകില്ലാത്ത ഞാൻ കെട്ടിയെടുത്തില്ലേ? അതും പോട്ടെ, 4 ആൾക്കാരുടെ മുന്നേ കൊണ്ട് നിർത്താൻ പറ്റും? എന്നെ ഒരു കുഞ്ഞിനെ തരാനും പറ്റില്ല. ഓ, ഞാൻ മറന്നല്ലോ, എനിക്കല്ലേ കുഴപ്പം. മനോജേട്ടാ, ഞാൻ നീ ഒന്നും പറയണ്ട. മനോജേട്ടാ നിക്ക്, കാപ്പി ഇപ്പൊ തരാം, റെഡിയായി. നാശം, നിന്റെ മുഖത്തിനാണ് പ്രദർശിപ്പിച്ചത്. ഒരു വഴിക്കിറങ്ങുമ്പോൾ പുറകെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? മനോജേട്ടാ, വണ്ടി ഓടിക്കുമ്പോഴെങ്കിലും ആ മൊബൈലിൽ നോക്കി മതി. For the past 4 months, what's happening? When are you going to pay the amount? Yes, Mr. Ahmed. There was some real emergency for me. That's why I made the deal. Don't make it an issue. I'll settle in a couple of days. Oh, I see. Couple of days is fine, but do not cross it, otherwise there will be a consequences if the bank moves legally. No. That won't happen. You trust me, Ahmed. I'll settle. Okay, bye. Thank you. ആ പറയടാ മൻസൂറേ, നീ എവിടെ? ആ, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട്. എന്താണ് നിന്റെ സംസാരത്തിൽ ഇത്ര കടുപ്പം? ഞാനിങ്ങനെ തല്ലിയോ? ഇതുവരെ ഇല്ല, ഇങ്ങനെ പോയാൽ കിട്ടും. ആ, നീ കാര്യം പറയടാ. എന്തെങ്കിലും സഹായം വേണേ ചെയ്യാനേ. നീ എന്നെ സഹായിക്കണ്ട, നീ നിന്നെ തന്നെ സഹായിച്ചാൽ മതി. നിനക്ക് ഞാൻ എൻ്റെ ചങ്ങായിൻ്റെ അടുത്ത് നിന്ന് കാശ് മേടിച്ച് തരുമ്പോൾ കൃത്യമായി തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോടാ. നീ ഒരു തവണയെങ്കിലും പലിശ തിരിച്ചെടുത്തു. അവൻ വിളിച്ചപ്പോൾ ഫോണെങ്കിലും എടുത്തു. എടാ, ഞാനത് കുറച്ച് ടൈറ്റായിട്ട് പോയിട്ടുണ്ടോടാ. നൈറ്റ് കൊക്കിൽ ഒതുങ്ങിയേ ഒത്താവൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നിന്റെ ബിൽഡിംഗ് നമ്പർ ഫ്ലാറ്റ് നമ്പർ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അയാൾ നേരിട്ട് വന്ന് മേടിക്കും. സുരേ, ഞാനൊന്ന് പറയട്ടെ. നീ എന്നെ ഒന്നും പറഞ്ഞു കേൾപ്പിക്കണ്ട, കേൾക്കാനുള്ളവർ വന്നിട്ട് നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. എടാ, നീ എൻ്റെ അവസ്ഥ. ഹലോ ഹലോ ഹലോ. ആ മനോജ്, പറയടാ, എന്താ നിന്റെ സ്വരം ഒരുമാതിരി? എടാ, ഒന്നും പറയണ്ട. നമ്മുടെ മൻസൂറിൻ്റെ പാർട്ടി വഴി കുറച്ച് കാശ് സംഘടിപ്പിച്ചാരും എന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? സംഭവം കത്തി പലിശയായിരുന്നിട്ടും അന്നത്തെ ഒരു ആവശ്യം കാരണം ഞാനത് എടുത്തു. എടാ, പക്ഷേ ഇതേവരെ 1 മാസം അടവ് പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അല്ല, നീ എന്താ പറഞ്ഞു വരുന്നത്? അളിയ, ഞാൻ നിന്ന് കാശ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇയാളുടെ പൈസ എനിക്ക് നാട്ടിൽ കൊടുത്ത് തരില്ലായിരുന്നു. എടാ, നീ എന്തു വട്ടായി പറയുന്നത്?
നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇത് സന്ധ്യയുടെ അച്ഛനയിൽ കൊടുത്തു എന്ന്. പുള്ളി നല്ല സ്ഥലം ഒത്തുവരാത്തതുകൊണ്ട് ആ കാശൊന്നും എടുത്ത് മറിച്ചു. ഇനിയിപ്പോൾ അത് ഓടിപ്പോയി ചോദിച്ചാലൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ പുള്ളി ഒരു കാര്യം ഏൽപ്പിച്ച് പിന്നെ അത് വേണ്ടാന്ന് പറയുന്ന ആണുങ്ങൾക്ക് ചെന്ന പണിയാണോ? എനിക്കത് പറ്റില്ല. നീ വേറെ വഴി നോ. എടാ അതിൽ മൊത്തം കാശ് വേണ്ട, അതിലൊരു 15 ലക്ഷം കിട്ടിയാൽ മതി. 15 ഒരു നയാ പൈസ പോലും ഞാൻ ചോദിക്കില്ല. എനിക്ക് പോയേ ചോദിച്ച് നേടാൻ. നീ വേറെ വഴി നോക്ക്. നീ വെച്ചേ. ആരായിരുന്നു ഫോണില്? കുറെ നേരമായല്ലോ ലക്ഷം കോടി എന്നൊക്കെ പറയുന്നേക്കുന്നത്. അല്ല, അത് മനോജ്. അവൻ തന്ന കാശിൽ നിന്നും അത്യാവശ്യം ഒരു 15 ലക്ഷം വേണമെന്ന്. എന്നിട്ട് നിങ്ങൾ അത് കൊടുക്കാൻ സമ്മതിച്ചോ? ഞാനത് അപ്പോഴേ പറഞ്ഞു പറ്റില്ലെന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലുള്ള കൺട്രി ആൾക്കാരുമായിട്ടുള്ള റിലേഷൻ ഇതോടുകൂടി നിർത്തിക്കോ. എന്നെ ശരിക്കും അറിയാലോ അബിക്ക്. എനിക്കും എന്റെ അച്ഛനൊക്കെ ഒരു അന്തസ്സൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഒരു 15 ലക്ഷം പോലും കയ്യിലെടുക്കാനില്ലാത്തവനാ മാനേജർ ആണെന്നും പറഞ്ഞ് നടക്കുന്നത്. ഷെയിംലെസ് ക്രീച്ചർ. ഹലോ രമ്യ. ആരാ? ഹൂ യു? അത് ശരി കൊച്ചെ, ഹായ് ഹൂയി എന്നൊന്നും പറയണ്ട. ഇത് മനോന്റെ വീടല്ലേ? അതെ, നിങ്ങളാരാ? അദ്ദേഹം ഇവിടെ ഇല്ല, ഓഫീസിൽ പോയിരിക്കുക. ഈ കൃഷ്ണനെയും പറ്റിച്ച് അധികം നാളൊന്നും മുങ്ങിയടക്കാൻ പറ്റത്തില്ല. എന്റെ കാശ് പലിശ സഹിതം തിരിച്ചു തരണം, അല്ലെങ്കിൽ അവൻ വിവരം അറിയും. നീ ചെന്ന് പറഞ്ഞേക്ക്. എന്താ ചേട്ടാ കാര്യം? കുട്ടി, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ഇങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ. നിന്റെ ഭർത്താവ് എന്റെ കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ട്. പലിശ എല്ലാം കൂടി ഒരു 10 ലക്ഷം രൂപയായിട്ടുണ്ടാവും. ഒരു ഗഡു പോലും അടച്ചിട്ടില്ല. വിളിച്ചാലിട്ട് ഫോൺ എടുക്കത്തോ ഇല്ല. ഞങ്ങൾ ഇതൊക്കെ കൊണ്ടാ ജീവിക്കുന്നത്, വേറെ നിവൃത്തിയില്ലാത്തോണ്ട്. കാശ് എങ്ങനെയെങ്കിലും തരും, ഞാൻ പറയാം. എന്തായാലും വേഗം വേണം, അല്ലെങ്കിൽ എനിക്ക് വേറെ മാർഗം നോക്കേണ്ടി വരും. അവസാനം കയ്യും കാലും അടിച്ചിട്ട് കാര്യമില്ല. അയാളോട് ആദ്യമേ പറഞ്ഞിട്ടുള്ളതാ, എങ്കിലും ഇപ്പൊ കുട്ടി കേൾക്കാൻ വേണ്ടി പറയുക. കാശ് നാട്ടിൽ കൊടുത്തു തീർത്താലും മതി. അയാളെ എന്നെ ഒന്ന് വിളിക്കാൻ പറയും. ഹായ് രമ്യ, ഒരു മിനിറ്റ്, ഞാൻ ബ്ലൂടൂത്ത് ഒന്ന് മാറ്റിയതേ. നമസ്കാരം. ജോലിയൊക്കെ കഴിഞ്ഞോ? എന്ത് തിരക്ക്? രമ്യ വിളിക്കുമ്പോ ഒരു ആശ്വാസം. ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. മനോജ് കഴിച്ചോ? കഴിച്ചു. മനോജിന് സന്തോഷം തരുന്നൊരു കാര്യം പറയട്ടെ. എടോ, സസ്പെൻസ് ഇടാതെ കാര്യം പറ. പറയാം, പക്ഷെ പറ്റില്ല വേണ്ടെന്നൊന്നും പറയരുത്. ഇല്ല, രമ്യ പറയണ എന്തും ഞാൻ കേട്ടു. എങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് കാശ് തരട്ടെ, നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ. ഇപ്പോഴൊന്നും അല്ല, 1 മാസത്തിനുള്ളിൽ. അത് വേണ്ട. നമ്മുടെ ബന്ധത്തിനിടയിൽ കാശ് ശരിയാവില്ല. അത് കണ്ടു, ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ വാക്ക് പറയരുത്, എന്നിട്ട് ഇപ്പൊ തന്നെ മാറ്റിയല്ല. അതല്ല രമ്യ, അത് ശരിയാവില്ല. അതുകൊണ്ടാ ഞാനതെങ്ങനെയും തീർത്തോളാം. അതെന്താ? ഞാൻ മനോജിന് അന്യാണോ? എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മനോജ് ഇത് വാങ്ങണം. രമ്യ, അത് ഒരതുമില്ല, ഞാൻ തരും. അതങ്ങ് വാങ്ങിയാ മതി. എവിടെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി. വേറെ ആരും അറിയില്ല, നമ്മൾ രണ്ടുപേരും അല്ലാതെ. നിന്റെ കൂടെ എന്ന് ഞാനുണ്ടെന്ന് ആദ്യം മുതൽക്കേ ഞാൻ പറഞ്ഞതല്ലേ. രമ്യ, നിന്നോട് എങ്ങനെ നന്ദി പറയണം? നമ്മൾ തമ്മിൽ ഈ നന്ദിയും കടപ്പാടും ഒന്നും വേണ്ട. എനിക്ക് നിന്റെ ഈ സ്നേഹം മാത്രം മതി. അതെന്നും ഉണ്ടായാൽ മതി. വേഗം മനോജിന്റെ അക്കൗണ്ട് നമ്പറിങ് അയച്ചു തന്നേക്ക്. ഹലോ കൃഷ്ണേട്ടാ, ഇത് ഞാനാ മനോജ്, മൻസൂറിന്റെ ദോസ്ത്. മനോജ് അല്ലേ? നിന്നെ തന്നെ ഞാൻ തിരക്കി നടന്നത്. കൃഷ്ണേട്ടൻ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എന്റെ അവസ്ഥ അതായത്. പലിശയും കൂടി എത്രയാണെന്ന് നിനക്ക് അറിയാവോ? അത് പറയാനാ കൃഷ്ണേട്ടാ ഞാൻ വിളിച്ചത്. എനിക്കൊരു മാസം സമയം കൂടി തരണം. മുഴുവൻ കാശ് ഞാൻ പലിശ സഹിതം തന്നു കേട്ടോ. ശരി, നീ പറഞ്ഞ പോലെ 1 മാസം കൂടി ഞാൻ കാക്കും. അത് കഴിഞ്ഞ എന്റെ സ്വഭാവം നിനക്കറിയാലേ. എനിക്കറിയാമേ, അച്ഛന്
ഇതാകെയുള്ള സമ്പാദ്യമാണെന്ന്. അച്ഛനോട് പറയാൻ എനിക്ക് ശക്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറയുന്നത്. ഒരു കുഞ്ഞിനെ പോലെ നൽകാൻ കഴിയാത്ത ഞാൻ എങ്ങനെയെങ്കിലും മനോജേട്ടന് ഒരു സമാധാനം കൊടുക്കണ്ടേ? പാവം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ വെറുതെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയോ? ഇതുകൊണ്ടെല്ലാ പ്രശ്നങ്ങളും തീരില്ല. എങ്കിലും എന്നാലാകുന്നത് ഞാൻ ചെയ്യണ്ടേ അമ്മ? 1 മാസത്തെ സമയമുണ്ട്. അച്ഛനോട് പറഞ്ഞ് അമ്മ ഇതെനിക്ക് വേണ്ടി ശരിയാക്കും. മനോജേട്ടൻ എത്താറായി. ഞാൻ വെച്ചേക്കട്ടെ? ഇന്ന് അപ്പുറത്തെ വീട്ടിലെ ഷീബ ചേച്ചി വന്നിരുന്നു. പാവം ചേച്ചി. ചേച്ചിക്ക് എന്നെ വലിയ സ്നേഹമാണ്. ഷീബ ചേച്ചി എന്നെ കമ്പ്യൂട്ടർ പഠിക്കാൻ ഒത്തിരി സഹായിച്ചു. എനിക്ക് മനോജേട്ടൻ ആഗ്രഹിക്കുന്ന പോലൊരു പെണ്ണാണ്. മനോജേട്ടൻ്റെ രമ്യയെ ഒത്തിരി ഇഷ്ടമാണ്. എന്നെക്കാൾ മനോജേട്ടൻ രമ്യയെ സ്നേഹിക്കുന്നു. രമ്യയായിട്ടെങ്കിലും എനിക്ക് ആ സ്നേഹം കിട്ടുമല്ലോ. മനോജേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് അച്ഛൻ തരുന്ന കാശ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് രമ്യയുടെ വേഷം അഴിച്ചു വയ്ക്കാം. രമ്യയുടെ വേഷം അഴിയുമ്പോൾ അഞ്ജലിയും കൂടെ ഇല്ലാതാകും. രമ്യയുടെ അഭാവം ഏട്ടനെ ഏറെ വിഷമിപ്പിച്ചേക്കാം. പക്ഷെ അഞ്ജലി ഇല്ലാത്തതുകൊണ്ട് ഏട്ടന് മറ്റൊരു രമ്യയെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. പ്രിയ ഡയറി, ഇതൊരു പക്ഷെ നിന്നോട് ഞാൻ പറയുന്ന അവസാനത്തെ പരിഭവമായിരിക്കും. നീ എന്നും എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു. അത് ശരി. രാവിലെ കട്ടൻ ചായ ചോദിച്ചപ്പോഴേ മനസ്സിലായി ഇത് വായിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ വെറുതെ. എന്നാലും എൻ്റെ അഞ്ജു, ഫോണിലൂടെ നിന്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോയല്ലോ. വാ മനോജേട്ടാ. കള്ളല്ലേ, ഞാൻ വരാം. എപ്പോഴും ഇതും വായിച്ചോണ്ടിരിക്കും, പഴയതെല്ലാം ഓർക്കാൻ. നിന്റെ സ്നേഹം തിരിച്ചറിയാൻ ഒത്തിരി വൈകിയെങ്കിലും ഇനി എന്നും നിന്നോടൊപ്പം നിന്റെ മനസ്സിന്റെ കുളിർമഴയായി ഞാനുണ്ടാകും എന്ന് സ്വന്തം